ഹലോ ഗായ്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു ഹിന്ദി സിനിമേൻ്റെ മൂവി ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിയാക്ട് ചെയ്യണം. അത് 2 ദിവസം മുമ്പ് വന്നതാണ്. മറ്റേതുമല്ല, ദേവ് എന്ന സിനിമ നമ്മുടെ ഷാഹിദ് കപൂർ ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ടാണ് വരുന്നതെന്നാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ 2 ദിവസം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ട്രെയിലർ കണ്ടിട്ട് വരാം. उन्होंने हमारे फंक्शन में घुस के हमारे भाई पे गोली चलाई और उसे मार गया. अब हमारी बारी. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നൊരു പരിപാടി നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു മർഡർ എന്തോ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കെച്ചൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തോ സംഭവമാണെന്നാണ്. ബാക്കി കൂടെ നോക്കാം. മുംബൈയാണ് കാണിക്കുന്നത്. हर उस एरिया में जिसको हमने खुला छोड़ा हुआ है. ഓക്കെ, ഇതൊരു മുംബൈ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പം മുംബൈ ചുറ്റിപ്പറ്റി അസ്ലം ഏരിയ എല്ലാം ആണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എന്തോ ഗ്യാങ്ങുകൾ തമ്മിലുള്ള പ്രശ്നം, അവിടെ നിന്നുള്ള കൊലപാതകങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവർ നോക്കുന്നത്. And this time I want freedom. ഷാഹിദ് കപൂർ ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ് ഫസ്റ്റ് എൻട്രി ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തായാലും നോക്കാം. आर्टिकल छपा है तुम्हारे बारे में, पुलिस या माफिया. ओके, माफिया. माफिया. ഇതിനകത്ത് ഷാഹിദ് കപൂർ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അവിടെ ആ സ്ലം ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത്. അവിടെ വീട്ടിൽ പൊളിച്ച് തകർത്ത് അവരെ എല്ലാം അടിച്ച് ഒതുക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. അപ്പം ഇത് വന്നിരിക്കുകയാണ് നെയിം കാർഡ്. അപ്പം നമുക്ക് മനസ്സിലാവും ഷാഹിദ് കപൂറിൻ്റെ പേരാണ് ദേവ്. ये जो तेरा गुस्सा है ना, ओके ओके, डर है तेरा. Please don't shoot. നമുക്ക് എടുക്കുന്നൊരു ട്രെയിലറായിരുന്നു. അല്ലാണ്ട് ഷാഹിദ് കപൂർ ഒരു പോലീസ് ഓഫീസറായിട്ട് തന്നെയാണ്. അപ്പം മാഫിയ തലവന്മാരെ എല്ലാം ശരിയാക്കുന്ന ഒരു പോലീസ്. റോഷൻ ആൻഡ്രൂസിൻ്റെ ആണ് സിനിമ. അപ്പം അടിപൊളി സിനിമയായിരിക്കും. പിന്നെ അതിന് പൂജയുണ്ട് ആക്ട്രസ്സായിട്ട്. ഇതിനകത്ത് ട്രെയിലറിനകത്ത് കാണിച്ചില്ല, സിനിമയിലുണ്ടാവുമായിരിക്കും. എന്തായാലും ജനുവരി 31 അതായത് അടുത്ത ആഴ്ച റിലീസാവുകയാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.